Hey all, assalamu alaikum and Subha here. Hope you're doing great. Welcome back to my YouTube channel. ഇന്നത്തെ വ്ളോഗ് ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇറ്റ്സ് എ ഗ്രാറ്റിറ്റ്യൂഡ് വ്ളോഗ് ടു ബി ഹാണസ്റ്റ്. കാരണം നമ്മൾ 2K ഫാമിലി, അതായത് 2000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മളെ ചാനൽ. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ. എന്നെ സപ്പോർട്ട് ചെയ്തതും എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ്സും അപ്രീസിയേഷൻസും ഒക്കെ തന്ന എല്ലാവരോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അൽഹംദുലില്ലാ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്, ബട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആവാൻ തുടങ്ങിയിട്ട് കുറച്ച് മന്ത്സേ ആവുന്നുള്ളൂ. ആൻഡ് ആ ഒരു മന്ത്സിൻ്റെ ഗ്യാപ്പിൽ തന്നെ 2K സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 2K ഫാമിലി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഹ്യൂജ് നമ്പറാണ്. അപ്പോൾ ഈ വ്ളോഗിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുന്ന ഒരു ഡയറിയാണത്. അപ്പോൾ അതിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള തന്നെ കുറച്ച് ലെറ്റേഴ്സ്, അതേപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വ്ളോഗ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഞാനതൊരു ലെറ്റർ ഫോമിലാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് ഭയങ്കര ബാക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടിൽ ഉള്ളതും ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ലെറ്റർ ഞാനിതിൽ എഴുതുന്നുണ്ട്. ദ റീസൺ വൈ ഐ എം ഹിയർ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്നൊരു ഫ്രേസിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഈ ലെറ്റർ ഞാനിവിടെ എഴുതുന്നത്. ആൻഡ് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ എനിക്ക് ഫാക്ടർ നോട്ട്സിൻ്റെ ഡയറി യൂസ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ജേർണൽസ് യൂസ് ചെയ്തവർക്ക് അറിയുണ്ടാവും. അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം, ഒരു ലെറ്ററിൻ്റെ കുറേ എൻവലപ്സ് ആയിട്ടുള്ളൊരിത് നമുക്ക് കിട്ടലുണ്ടായിരുന്നു. സപ്ലൈസ് ആയിട്ട്, ഗുഡീസ് ആയിട്ട് കിട്ടുന്നതിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ഇട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ലെറ്റർ ആക്കി വന്നപ്പോൾ, ഒരു എൻവലപ്പ് ഷേപ്പിലാക്കി വന്നപ്പോഴേക്ക് ഞാനിപ്പം ആ ഒരു ജേർണലിലെ സൈസും ഇതും ഭയങ്കര വലുതായിരുന്നു. ഈ എൻവലപ്പ് ഭയങ്കര വലുതായിരുന്നു. സോ ഐ തോട്ട് ഞാൻ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ദ വീഡിയോ, ഞാൻ എങ്ങനെ ആ ലെറ്റേഴ്സ് എൻ്റെ എൻവലപ്സ് ക്രിയേറ്റ് ചെയ്ത്, ഇറ്റ്സ് ക്യൂട്ടായിട്ടുള്ളൊരു എൻവലപ്സ് ആണ്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഷോർട്സോ അല്ലെങ്കിൽ ലോങ് വീഡിയോ തന്നെ ചെയ്യണമെന്നുണ്ട്. കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നേക്കാൾ സിമ്പിൾ സാധനം ചെയ്യണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഒരു 3 ലെറ്റേഴ്സിൻ്റെ എൻവലപ്സ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ലെറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്പെഷ്യൽ പേഴ്സണിന് വേണ്ടിയിട്ടാണ്. അത് ആര് എന്തെന്നൊക്കെ ഉള്ളത് ഞാൻ കമ്മിങ് വ്ളോഗ്സിൽ ഈ ലെറ്റർ ഞാൻ ആൾക്ക് കൊടുക്കേണ്ട ടൈം വരും, അപ്പം ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫസ്റ്റ്ലി ആ ലെഫ്റ്റ് സൈഡിൽ, ജേർണലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ആ ഒരു ലെറ്റർ എൻവലപ്പ് വെച്ചിട്ടും റൈറ്റിലേക്ക് എൻ്റെ ഒരു യൂട്യൂബ് ജേർണി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, എനിക്ക് എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് എനിക്കുള്ള മൈൽ സ്റ്റോൺസിലേക്ക് ഉള്ള ഒരു ലെറ്ററായിട്ട് ഞാൻ എഴുതുന്നുണ്ട്. അതായത് ഇപ്പം ഒരു 5K സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യുമ്പോഴും 10K സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യുമ്പോഴും ഇൻഷാ അല്ലാഹ് ഈ ലെറ്റർ ഞാനെടുത്ത് വായിക്കും. അതിൻ്റെ ഉള്ളിൽ എന്താ എഴുതിയിട്ടുള്ളത് ഞാൻ അപ്പം എന്താണെന്നുള്ളത് പറയാം. ഇങ്ങനൊരു പ്രോസസ്സ് ആക്ച്വലി കുറേ പേര് ചെയ്യുന്നുണ്ട്. അവരവരെ ഇയർലി ജേർണലിലൊക്കെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ലെറ്ററൊക്കെ ചെയ്യും. ഞാനും ചെയ്തിട്ടുണ്ടെന്ന്, ബട്ട് ഈ ഇയറിൽ ഞാൻ ചെയ്തിട്ടില്ല. അതായത് നെക്സ്റ്റ് ഇയറിലേക്ക് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു സംഭവം നിങ്ങൾ വിചാരിക്കും, ഇപ്പം നമ്മൾ തന്നെ ആണല്ലോ ആ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ആ ലെറ്റർ നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല അതിൽ എന്തെഴുതി. നെവർ. ഒരു 2 to 3 months വരെ ചിലപ്പോൾ നമുക്ക് മനസ്സിലത് ഉണ്ടാവും എന്താ എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ലെറ്ററിനുള്ളിൽ എന്തൊക്കെ ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് എന്നൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫൺ പ്രോസസ്സ്. പക്ഷേ അതിൽ ഒരുപാട് മോട്ടിവേഷനും നമുക്ക് കിട്ടും കേട്ടോ. കാരണം ഇന്ന് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ ആ ഒരു പോയിന്റിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ട് ഞാനത് വായിക്കുമ്പോൾ ഐ മാനിഫെസ്റ്റഡ് ഇട്ട് എന്നുള്ളൊരു സാധനം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര മന്ത്സ് അല്ലെങ്കിൽ ഇത്ര ഡേയ്സിനുള്ളിൽ നമ്മളൊരു കാര്യം ചെയ്യും എന്നൊക്കെ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അപ്പോൾ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫാമിലി, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ഫാമിലി എന്ന് പറയുന്നത് ഇഷ്ടം. ബിക്കോസ് ഈച്ച് ആൻഡ് എവ്രി വൺ എൻ്റെ വീഡിയോ കാണുമ്പം അതിൻ്റെ അടിയിൽ കോമൻസ്, സ്ഥിരം കോമൻസ് ഇടുന്നവരുണ്ട്, ഇടയ്ക്ക് കോമൻസ് ഇടുന്നവരുണ്ട്. അവരൊക്കെ ആ കോമൻസ് പറയുമ്പം ഐ ഫീൽ സോ ഹാപ്പി. അങ്ങനത്തെ കോമൻസും ആണ് കേട്ടോ. അപ്പം ആ ഒരു കോമൻസിൻ്റെ കൂടെ ഇങ്ങനെ ഒരു 5K ഹിറ്റ് ചെയ്യുമ്പോഴുള്ള ലെറ്ററും 10K ഹിറ്റ് ചെയ്യുമ്പോഴുള്ള ലെറ്ററാണ് ഞാൻ റൈറ്റ് സൈഡ് ഓഫ് ദ ജേർണൽ ചെയ്യുന്നത്.
സോ ഞാൻ ആ സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞല്ലോ, ആ ആൾക്ക് ലെറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോ അധികം ആഡംബരമൊന്നുമില്ല, ബിക്കോസ് ഐ ഫീൽ സോ ഇമോഷണൽ. ഇത് എഴുതുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അപ്പോൾ ഈ ഒരു എൻവലപ്പ് ഞാൻ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൽ ആക്കിയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഇൻഷാ അല്ലാ ആ ആളെടുത്ത് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ആൾക്ക് കൊടുക്കേണ്ട ടൈമിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാം, ബിക്കോസ് അതൊരു സ്പെഷ്യൽ വ്ളോഗ് തന്നെയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സോ ഹിയർ കംസ് ആ ഒരു ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ജേർണൽ ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അതിൽ കുറച്ച് അഡീഷണൽ ഡൂഡ്ലിങ്സ് ഒക്കെ ചെയ്തു. അങ്ങനെ ആ റൈറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ 2 ലെറ്ററും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതൊരു ലെറ്റർ ആയിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ആസ് ഐ സെഡ്, മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിന് നമുക്ക് അപ്രിസിയേഷൻസ് കേൾക്കുമ്പോൾ അത് നമ്മളധികം ഷെയർ ചെയ്യൂല ആരെടുത്തും. എനിക്ക് ഇത്ര ഇയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് ഇന്ന സാധനം അച്ചീവ് ചെയ്യണം, നമ്മളങ്ങനെ പറഞ്ഞു നടക്കില്ലല്ലോ. പറഞ്ഞു നടക്കുന്നവരുണ്ട്, പക്ഷെ എൻ്റെയൊക്കെ പേഴ്സണൽ കാര്യം പറയാൻ തന്നെ ഞാൻ അങ്ങനെ പറയാറില്ല. അപ്പോൾ അത് അച്ചീവ് ചെയ്തതിന് ശേഷം ഐ വുഡ് ഷെയർ ദ സ്റ്റോറി. അപ്പോൾ ഈ ഒരു കാര്യം അതേപോലെ തന്നെയാണ്. ഇത്ര അതിലെന്ത് എഴുതിയിട്ടുള്ളതെന്ന് ഇപ്പോൾ എനിക്കേ അറിയുള്ളൂ, പക്ഷെ അതെന്ത് എഴുതിയിട്ടുള്ളതെന്നുള്ളത് ഇൻഷാ അല്ലാ ഐ വിൽ ഷോ യു ഇഫ് പോസിബിൾ. അപ്പം ആ ഒരു 2 ലെറ്റേഴ്സും ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനെ കുറച്ച് ഡെക്കറേറ്റീവായിട്ടും ചെയ്തിട്ടുണ്ട്, ബിക്കോസ് അതെനിക്ക് ആ ടൈമിലെടുത്ത് വായിക്കുമ്പം ഒന്നും കൂടെ എനിക്ക് എന്താ ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ 5000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 5000 ഫാമിലി ആവുമ്പം വായിക്കാനും, അതേപോലെ ഓപ്പൺ മീ വെൻ യു ഹിറ്റ് 10K ഫാമിലി എന്നും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. വൺസ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് ആ വ്ളോഗിൽ ഞാൻ പറയാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു ലെറ്റർ എൻവലപ്സ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് എനിക്ക് മറ്റെല്ലാ എൻവലപ്സിനേക്കാൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്കിത് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഔട്ട്കം ഓവറോൾ വന്നപ്പോൾ, ലൈക്ക് ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ഐ ഫീൽ ലൈക്ക് ഇത് നല്ല രസമുണ്ടല്ലോ കാണാൻ എന്നുള്ളത്. ഇത് ഈ ജേർണൽ, എൻ്റെ ഈ ഒരു ജേർണൽ കുഞ്ഞു ജേർണലാണ്. അതേപോലെ ഇതിന് ഒരു കറക്റ്റ് ഫോമാറ്റ് ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ജേർണൽ എടുക്കും, റാൻഡംലി എഴുതും. ഏത് പേജിൽ നിന്ന് പോലും ഇല്ല, ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. എന്തോ എനിക്ക് ഈ ഒരു ജേർണലിനോട് ഭയങ്കര കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ എഴുതാറുള്ളൂ. ആൻഡ് വെറുതെ ജേർണലിങ് ചെയ്യുമല്ലോ, ആർട്ട് ജേർണലിങ് പോലൊന്നും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. എൻ്റെ ഇമോഷൻസ് വെറുതെ പെൻ ഡൗൺ ചെയ്യാൻ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ഹാപ്പിനെസ്, എനിക്ക് ഈ ഒരു 2K ഫാമിലി എന്നെ കിട്ടിയൊരു ഹാപ്പിനെസ്സും കൂടെ എനിക്കുള്ളിൽ നല്ല തട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജേർണലിൽ അതിനെക്കുറിച്ചിട്ട് എഴുതുന്നത്. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി ബിക്കോസ് ഈ ഒരു പോയിന്റിൽ എനിക്ക് ഈ ഒരു 2K എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഇനി 5Kക്കും 10Kക്കും ഞാൻ എഴുതാണ് ഒരു ലെറ്റർ. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് അതെനിക്ക് പെട്ടെന്ന് പണിയാൻ പറ്റുന്നുള്ളത്. നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. ഹർട്ട്ഫെൽറ്റ് ചെയ്തിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ട് കൺസിസ്റ്റൻ്റ് ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കമൻസും എനിക്ക് വന്ന കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ, ഇത് ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, കുറേ പേർക്ക് അതിൽ നല്ല രീതിക്ക് അവരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പം വി ഫീൽ സോ ഹാപ്പി. നമ്മൾ കാരണം ഒരാൾ ഹാപ്പി അല്ലെങ്കിൽ ഒരാൾക്ക് ചിരിക്കാൻ പറ്റുക എന്ന് പറയുമ്പം ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ ലൈഫിൽ. നമ്മളെ കൊണ്ട് നടത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് നടത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളെ കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. മാഷാഅല്ലാഹ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ എൻ്റെ ലെറ്റേഴ്സ് ഞാൻ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടി കുട്ടി ലെറ്ററാണ്, അപ്പോൾ അതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മിഡിലൊരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ഫ്രേസ് എന്ന് വേണമെങ്കിൽ പറയാം ആണ് ഇറ്റ് ഈസ് റിട്ടൺ, അല്ലെങ്കിൽ
ഇറ്റ്സ് റിട്ടൺ, അതേപോലെ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ള ഈ 2 വേർഡ്സും അല്ലെങ്കിൽ ഈ 2 ഫ്രേസസ് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിലും എൻ്റെ മനസ്സിലും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതും റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ എല്ലായിടത്തും എനിക്ക് കാണാൻ, ലൈക്ക് ഞാൻ ഡൗൺ ആയിരിക്കുമ്പോൾ ഞാൻ എവിടെ ഇരിക്കാന്ന് എനിക്കറിയാലോ. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ഡെസ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനങ്ങനെ എഴുതാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ എന്നുള്ള ഒരു വേർഡിൻ്റെ അതിന് പവർ എന്ന് വെച്ചാൽ ഭയങ്കര, എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ. എനിവേസ് ഈ ഒരു 2 ഫ്രേസസിൽ എനിക്ക് മേക്ക് ഇറ്റ് ഹാപ്പൻ, ഇപ്പം എനിക്ക് ഒരു ഫാമിലീനെ എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളത് അതെനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ളൊരു ഫ്രേസ് ഞാൻ സ്റ്റാമ്പ് ചെയ്തിട്ടും കൂടെ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതാണ് ഈ സ്റ്റാമ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാമ്പ് കുറച്ച് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹാർഡാണ് കേട്ടോ. ലൈക്ക് കറക്റ്റ് അലൈൻമെൻറ്റ് നമുക്ക് കിട്ടൂല, ഭയങ്കര സ്കാറ്റേഡ്. അതാണ് അതിൻ്റെ ഭംഗിയും. അങ്ങനെ ഭയങ്കര കറക്റ്റ് ആവാണ്ട് ഇങ്ങനെ തെന്നി നിൽക്കുന്നതാണ് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ സ്റ്റാമ്പ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആണ് നിങ്ങൾ ഓരോ മെമ്പേഴ്സ് എനിക്ക് കോമൻസ് ഇടുന്ന, ലൈക്ക് ചെയ്യുന്ന, എൻ്റെ വീഡിയോസ് വ്യൂ ചെയ്യുന്നവരോടായാലും എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് അറിയിക്കാനുണ്ട്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് ദിസ് ഫാമിലി. അൽഹംദുലില്ലാ. കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് ഡു ഷെയർ. ആൻഡ് ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിൽക്കൊക്കെ ഷെയർ ചെയ്യുക. സപ്പോർട്ട് മീ. ആൻഡ് ഐ തിങ്ക് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതൊക്കെ കോമെൻറ്റ് ചെയ്യുക. ഐ ബി ഡൂയിങ് ദാറ്റ്. എനിക്ക് ഒരുപാട് ഡെയിലി എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാൻ പറ്റും, ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ബി ഡൂയിങ് ദാറ്റ്. ഇപ്പം ഞാൻ കറൻ്റ്ലി ഉള്ളത് തിരൂരാണ്. താമരശ്ശേരി നമ്മളെ ഫാമിലിയൊക്കെ തിരിച്ച് ദുബായി പോയി. അപ്പോൾ തിരൂർക്ക് ഞാൻ വന്നിട്ടുണ്ട്. സോ ഇനി ഇവിടുന്ന് ആയിരിക്കും കൂടുതൽ വ്ളോഗ്സ് ഉണ്ടാവുക. Stay tuned for the next video. Hope you guys love this video. See you in the next video. Until then, bye.